ക്വസ്റ്റ്യൻ നമ്പർ 24 സീക്വൻസസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുമുള്ള ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ആൽഫ ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ പ്ലസ് 13 സ്ക്വയർ പ്ലസ് എക്സെട്ര അപ് ടു 10 ടൈംസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണല്ലോ. അതേപോലെ ബീറ്റയും തന്നിരിക്കുന്നു. ബീറ്റ എന്ന് പറയുന്നത് സിഗ്മ n is equal to 1 to 10 n raised to 4. If 4 alpha minus beta is equal to 55k plus 40, then value of k is equal to. അപ്പോൾ k ആണ് ഫൈനലി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ k കണ്ടുപിടിക്കണമെങ്കിൽ ഐ നീഡ് ദ വാല്യൂസ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ. അപ്പോൾ ആദ്യം നമുക്ക് ആൽഫയൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിച്ച് നോക്കാം. എന്താ ആൽഫയായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്? ആൽഫ ഇസ് ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ പ്ലസ് 13 സ്ക്വയർ പ്ലസ് 19 സ്ക്വയർ പ്ലസ് 26 സ്ക്വയർ പ്ലസ് എക്സെട്ര. അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് ഒരു സീരീസ് ആണ് അല്ലേ? 10 ടേംസ് ഉള്ള ഒരു സീരീസ് ആണ്. അപ്പോൾ ആ സമ്മാണ് നമുക്ക് വേണ്ടത്. ആൽഫ എന്ന് പറയുന്നത് ആ സം ആയിരിക്കുമല്ലോ. പക്ഷേ സം കണ്ടുപിടിക്കണമെങ്കിൽ ഇത് എന്ത് ടൈപ്പ് സീരീസ് ആണ് എന്ന് നമുക്കറിയണം. എന്തായാലും ഇത് ഒരു അരിത്തമെറ്റിക് സീരീസോ അല്ലെങ്കിൽ ജോമെട്രിക് സീരീസോ ഒന്നുമല്ല എന്ന് വളരെ ക്ലിയർ ആണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ സം ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുക? ഈ സീരീസിലെ ടേംസിനെ നമ്മൾ എടുത്തൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1ൻ്റെ സ്ക്വയർ ആണ്. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 4ൻ്റെ സ്ക്വയർ ആണ്. അടുത്ത 8ൻ്റെ സ്ക്വയർ, 13 സ്ക്വയർ, 19 സ്ക്വയർ, 26 സ്ക്വയർ, ഇങ്ങനെയാണല്ലോ. അപ്പോൾ ആ ബേസ് നമ്പേഴ്സ് നമ്മൾ നോക്കിയാൽ 1, 4, 8, 13, 19, 26 ഒക്കെ എടുത്ത് നോക്കിയാലേ ഞാൻ ഈ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് എടുക്കുന്നു. 1ൻ്റെ 4ൻ്റെ ഡിഫറൻസ് 3 അല്ലേ? അടുത്ത 4ൻ്റെയും 8ൻ്റെയും ഡിഫറൻസ് 4 ആണ്. 8ഉം 13ഉം ഡിഫറൻസ് 5 ആണ്. അടുത്ത ഡിഫറൻസ് 6 ആണ്. അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് 7 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഡിഫറൻസ് എടുത്തപ്പോൾ 3, 4, 5, 6, 7 അല്ലേ കിട്ടിയിരിക്കുന്നത്. ഞാൻ വീണ്ടും ഡിഫറൻസ് എടുക്കുന്നു. 3ഉം 4ഉം തമ്മിൽ 1 ആണ്. 4ഉം 5, 5, 6, 6, 7 എല്ലാം തമ്മിലുള്ള ഡിഫറൻസ് 1 വീതമല്ലേ? അപ്പോൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻസ് എടുത്തപ്പോൾ എനിക്ക് എല്ലാ നമ്പറുകളും സെയിം ആയിട്ട് വന്നില്ലേ? അങ്ങനെയാണെങ്കിൽ മെത്തേഡ് ഓഫ് ഡിഫറൻസസ് അനുസരിച്ച് സീക്വൻസസ് ആൻഡ് സീരീസിൽ നമ്മൾ പഠിക്കുന്ന ഒരു മെത്തേഡാണല്ലോ മെത്തേഡ് ഓഫ് ഡിഫറൻസസ് എന്ന് പറയുന്നത് അല്ലേ? മെത്തേഡ് ഓഫ് ഡിഫറൻസസ് അനുസരിച്ച് ഏത് ഓർഡർ ഡിഫറൻസ് ആണോ സെയിം ആയത്, കോൺസ്റ്റൻ്റ് ആയത്, നമ്മുടെ nth ടേം ഓഫ് ദ സീക്വൻസ് എന്ന് പറയുന്നത് ഒരു rth ഡിഗ്രി പോളിനോമിയലായിരിക്കും. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ? ഒന്നുകൂടെ പറയാം. ഇവിടെ ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻസ് എടുത്തപ്പോഴല്ലേ കോൺസ്റ്റൻ്റ് ആയിട്ട് മാറിയതല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സീക്വൻസിൻ്റെ nth ടേം എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ n ആയിരിക്കും. ഒരുപക്ഷെ നമ്മൾ തേർഡ് ഡിഫറൻസ് എടുത്തപ്പോഴാണ് കോൺസ്റ്റൻ്റ് ആയിട്ട് വന്നിരുന്നു എങ്കിൽ നമ്മൾ അവിടെ പറഞ്ഞേനെ nth ടേം ഓഫ് ദ സീക്വൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ക്യൂബിക് പോളിനോമിയലിൻ n ആയിരിക്കും. ഇത് മറക്കണ്ട. അപ്പോൾ ഇവിടെ നോക്കിയ മക്കളെ, ആൽഫ നമ്മൾ നോക്കിയപ്പോൾ ആൽഫ എന്ന് പറയുന്നത് 1 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ പ്ലസ് എക്സെട്ര എന്നാണല്ലോ അല്ലേ? അപ്പോൾ നമുക്കിതിൻ്റെ സം കണ്ടുപിടിക്കണം. എന്തായാലും ആ തന്നിരിക്കുന്നത് APO GPO ഒന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ സം കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് മെത്തേഡ് ഓഫ് ഡിഫറൻസസ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? 1ൻ്റെ സ്ക്വയർ, 4ൻ്റെ സ്ക്വയർ, 8ൻ്റെ സ്ക്വയർ എക്സെട്ര എന്നാണ്. അപ്പോൾ ഞാൻ 1, 4, 8, 13 അങ്ങനെയുള്ള നമ്പേഴ്സ് എടുത്തു, ഡിഫറൻസ് എടുത്തു അല്ലേ? ആദ്യത്തെ ഫസ്റ്റ് ഓർഡർ ഡിഫറൻസ് എടുത്തപ്പോൾ എല്ലാം കോൺസ്റ്റൻ്റ് ആയില്ല. എന്നാൽ വീണ്ടും ഡിഫറൻസ് എടുത്തപ്പോൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻസ് കോൺസ്റ്റൻ്റ് ആയിട്ടല്ലേ വന്നിരിക്കുന്നത്? സെക്കൻഡ് ഓർഡർ ഡിഫറൻസ് ആണ് കോൺസ്റ്റൻ്റ് ആയിട്ട് വന്നത്. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും നമ്മുടെ സീക്വൻസിൻ്റെ nth ടേം എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ n ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ എഴുതി വെച്ചിരിക്കുന്ന, അതായത് ആൽഫയുടെ കാര്യമല്ല, ആൽഫയിൽ ഈ ഓരോ ടൈമിൻ്റെ സ്ക്വയറുകൾ എടുത്തിട്ടുണ്ട്. ഞാൻ ആ സ്ക്വയറുകൾ ഇല്ലാത്തുള്ള സീക്വൻസ് ആണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സീക്വൻസിൻ്റെ nth ടേം എടുത്താൽ, ഇപ്പോൾ an എന്ന് ഞാൻ എടുത്താൽ, ആ an എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലായിരിക്കും എന്നിലുള്ളത്. അപ്പോൾ an സ്ക്വയർ പ്ലസ് bn പ്ലസ് c എന്ന് എടുക്കാം. നമുക്ക് ABCയുടെയൊക്കെ വാല്യൂ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് n-ന് 1 കൊടുത്താൽ എന്താ വരിക? n-ന് 1 കൊടുത്താൽ റൈറ്റ് സൈഡ് a പ്ലസ് b പ്ലസ് c എന്നായിട്ട് മാറത്തില്ലേ? ഇസ് ഈക്വൽ ടു ലെഫ്റ്റ് സൈഡ് A1 എന്നാകും. A1 എന്ന് പറയുന്നത് നമ്മുടെ സീക്വൻസിലെ ഒന്നാമത്തെ ടേം, അത് 1 അല്ലേ? സോ A പ്ലസ് b പ്ലസ് c 1 എന്ന് കിട്ടത്തില്ലേ? ഇനി ഞാൻ ഇതേപോലെ n-ന് 2 കൊടുക്കുന്നു.
അപ്പോൾ റൈറ്റ് സൈഡ് 4a പ്ലസ് 2b അല്ലേ പ്ലസ് സി ഇസ് ഈക്വൽ ടു a2 എന്ന് പറയുന്നത് സീക്വൻസിലെ രണ്ടാമത്തെ ടേം അതിവിടെ 4 ആണെന്ന് കാണാൻ പറ്റുമല്ലോ. ഇതേപോലെ എന്നിന് 3 കൊടുക്കുന്നു. എന്നിന് 3 കൊടുത്താൽ 9a പ്ലസ് 3b പ്ലസ് സി ഇസ് ഈക്വൽ ടു a3. നമ്മുടെ സീക്വൻസിലെ മൂന്നാമത്തെ ടേം 8 അല്ലേ. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2, ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ ഈ മെത്തേഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെത്തേഡ് ഓഫ് ഡിഫറൻസസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? യെസ്. ഇത് സോൾവ് ചെയ്ത് ABC കണ്ടുപിടിക്കാം. ഞാൻ ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 എടുക്കുന്നു. അപ്പോൾ 3a പ്ലസ് ബി ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടി. വീണ്ടും ഞാൻ ഇക്വേഷൻ നമ്പർ 3 മൈനസ് ഇക്വേഷൻ നമ്പർ 2 എടുത്തു. അപ്പോൾ എനിക്ക് 5a പ്ലസ് ബി ഇസ് ഈക്വൽ ടു 4 എന്നും കിട്ടി. എഗെയിൻ ഇവരെ വീണ്ടും ഒന്ന് സബ്ട്രാക്ട് ചെയ്താലോ 2a ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അവിടെ നിന്ന് a എനിക്ക് 1/2 എന്നല്ലേ കിട്ടുന്നത് അല്ലേ. അപ്പോൾ b a 1/2 കിട്ടി. എനിക്ക് b കണ്ടുപിടിക്കാമല്ലോ. b കണ്ടുപിടിച്ചാൽ b എന്താ കിട്ടുക? 3a പ്ലസ് ബി 3 ആണ്. അപ്പോൾ 3 ഇൻറ്റു 1/2 പ്ലസ് b എന്നുള്ളത് 3 ആകും. അപ്പോൾ b എന്ന് പറയുന്നത് 3 മൈനസ് 3/2 അഥവാ 3/2 തന്നെ കിട്ടത്തില്ലേ. അപ്പോൾ ബിയുടെ വാല്യൂ 3/2 ആണ്. ക്ലിയർ അല്ലേ മക്കളെ? ഈ രണ്ട് വാല്യൂസും എടുത്ത് ഒന്നാമത്തെ ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സിയും കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ a പ്ലസ് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ സി എന്ന് പറയുന്നത് -1 എന്നല്ലേ കിട്ടുക. അപ്പോൾ സി ഇസ് ഈക്വൽ ടു -1 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിലേ ഞാൻ ഈ എഴുതി വെച്ചിരിക്കുന്ന സീക്വൻസിൻ്റെ nth ടേം എന്ന് പറയുന്നത് എന്തായിട്ടാണ് വരിക? 1/2n² പ്ലസ് 3/2n മൈനസ് 1. ശരിയാണല്ലോ മക്കളെ? അങ്ങനെയാണെങ്കിലേ ആൽഫ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അപ്പോൾ എനിക്ക് ആൽഫയെ സിഗ്മ n ഇസ് ഈക്വൽ ടു 1 to 10 ടേംസിൻ്റെ സമ്മല്ലേ വേണ്ടത് അല്ലേ. an-ൻ്റെ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. ശരിയല്ലേ മക്കളെ? an എന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ആ ബേസ് നമ്പേഴ്സിനെ, അപ്പോൾ അതിൻ്റെ സ്ക്വയറുകളുടെ സമ്മല്ലേ ആൽഫയായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ an² എന്ന് എഴുതാം. an എന്ന് പറയുന്നത് 1/2n². സിഗ്മ n ഇസ് ഈക്വൽ ടു 1 to n 1/2n². അതേപോലെ പ്ലസ് 3/2n മൈനസ് 1 ഇതിൻ്റെ ഹോൾ സ്ക്വയർ എന്ന് വരില്ലേ. ഓക്കെ ആണോ ഞാൻ ഈ പറയുന്നത്? അപ്പോൾ ഇതാണ് ആൽഫ. നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. അവിടെ നിൽക്കട്ടെ. അപ്പോൾ ആൽഫ ഞാൻ കണ്ടുപിടിച്ച് വെച്ചു. ക്ലിയർ ആണോ? ഇനി ബീറ്റ നോക്കാം. ബീറ്റ അത് അവിടെ തന്നിട്ടുണ്ട്. സിഗ്മ n ഇസ് ഈക്വൽ ടു 1 to 10 n⁴ അല്ലേ. അപ്പോൾ ആൽഫയും ബീറ്റയും ഇപ്പോൾ നമുക്ക് ഇൻ ടേംസ് ഓഫ് n ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് എന്താ? 4 ആൽഫ മൈനസ് ബീറ്റയുടെ കാര്യമല്ലേ. അപ്പോൾ നമുക്ക് 4 ആൽഫ മൈനസ് ബീറ്റ ഒന്ന് എടുത്തു നോക്കാം. 4 ആൽഫ മൈനസ് ബീറ്റ 4 ഇൻറ്റു സിഗ്മ n ഇസ് ഈക്വൽ ടു 1 to 10 n²/2 പ്ലസ് 3n/2 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് ബീറ്റ എന്ന് പറഞ്ഞാൽ സിഗ്മ n ഇസ് ഈക്വൽ ടു 1 to 10 n⁴. ഓക്കെ അല്ലേ? യെസ്. വേണമെങ്കിൽ എനിക്ക് ആ ബ്രാക്കറ്റിനകത്ത് നിന്ന് ഒരു 1/2 പുറത്തേക്ക് എടുക്കാം. പക്ഷേ ഞാൻ ആ ബ്രാക്കറ്റിനകത്തു നിന്ന് 1/2 പുറത്തേക്ക് എടുത്താൽ അത് 1/2² ആയിട്ടല്ലേ പുറത്ത് വരിക. കാരണം ഒരു ഹോൾ സ്ക്വയർ അവിടെയുണ്ട്. അപ്പോൾ ഒരു 1/4 ആകും പുറത്ത്. 1/4 ഇൻറ്റു അപ്പോൾ 1/2 ബ്രാക്കറ്റിനുള്ളിൽ നിന്ന് മാറ്റിയാൽ n² പ്ലസ് 3n മൈനസ് 2 ദ ഹോൾ സ്ക്വയർ മൈനസ് സിഗ്മ n ഇസ് ഈക്വൽ ടു 1 to 10 n⁴ എന്ന് കിട്ടില്ലേ മക്കളെ അല്ലേ. ദാ ഈ 4ഉം ഈ 4ഉം ക്യാൻസൽ ചെയ്യാമല്ലോ. നമുക്ക് 2 സിഗ്മയും കൂടെ ചേർത്ത് ഒരൊറ്റ സിഗ്മ കൊടുത്താൽ പോരെ. അപ്പോൾ ഇതിനെ ഞാൻ സിഗ്മ n ഇസ് ഈക്വൽ ടു 1 to 10 n² പ്ലസ് 3n മൈനസ് 2 ദ ഹോൾ സ്ക്വയർ മൈനസ് n⁴ എന്ന് ഒരുമിച്ച് എഴുതാമല്ലോ. ഞാൻ ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നു. സിഗ്മ n ഇസ് ഈക്വൽ ടു 1 to 10. ആദ്യത്തെ നോക്കി a പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ ആണ്. a പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയറിനെ a² പ്ലസ് b² പ്ലസ് c² ദെൻ പ്ലസ് 2ab 6n³ ദെൻ 2bc അതായത് മൈനസ് 12n പ്ലസ് 2ac മൈനസ് 4n² എന്ന് കിട്ടും. പിന്നെ അവിടെ ഒരു മൈനസ് n⁴ ഉണ്ട്. ക്ലിയർ ആണോ? അപ്പോൾ ഈ n⁴ മൈനസ് n⁴ ക്യാൻസലായി പോകില്ലേ. ഓക്കെ. അപ്പോൾ ബാക്കി നമുക്ക് എടുത്താൽ എത്രയാണ് കിട്ടുക? ഇസ് ഈക്വൽ ടു സിഗ്മ n ഇസ് ഈക്വൽ ടു 1 to 10. നോക്കിയേ 6n³ ഉണ്ട് അല്ലേ.
6n³ ഉണ്ട്. ഇനി n² ടേംസ് എടുത്താലോ? n² ടേംസ് എടുത്താൽ 9n² മൈനസ് 4n² പ്ലസ് 5n² അല്ലേ മക്കളെ വരിക, അല്ലേ? പ്ലസ് 5n² വരും. ഇനി എന്നിൻ്റെ കാര്യം നോക്കിയാലോ? എന്നിൻ്റെ കാര്യം നോക്കിയാൽ ഒരു -12n മാത്രമേ ഉള്ളൂ. സോ -12n ഞാൻ എഴുതി. ഇനി അതേപോലെ തന്നെ കോൺസ്റ്റൻ്റ് എടുത്താൽ 4 മാത്രമേ ഉള്ളൂ, +4 എന്ന് എഴുതി. കണ്ടോ? ഇനി നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാം. സോ നെക്സ്റ്റ് പേജിലേക്ക് പോയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു, ആദ്യത്തെ നോക്കി 6 × σn³ എന്ന. σn³ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 1³ + 2³ + 3³ + എക്സെട്ര + 10³ അല്ലേ? അതായത് 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിൻ്റെ ക്യൂബുകളുടെ സമ്മാണ്. അതിൻ്റെ ഫോമുല എന്താ? n² × n+1² ഡിവൈഡഡ് ബൈ 4 അല്ലേ? അപ്പോൾ ഇവിടെ n² × 10² അല്ലേ, 100 ഇൻറ്റു n+1² അല്ലേ, അതായത് 11² ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? പിന്നെ അടുത്തതോ +5 × σn². σn² എന്ന് പറഞ്ഞാൽ സ്ക്വയറുകളുടെ സമ്മാണ് 1 മുതൽ 10 വരെയുള്ള ഇൻറ്റിജേഴ്സിൻ്റെ. അത് നമുക്കറിയാം n × n+1 × 2n+1/6 അല്ലേ? അപ്പോൾ n × n+1 × 2n+1 ഡിവൈഡഡ് ബൈ 6 വരും. ശരിയല്ലേ? അടുത്തതോ -12 × n. σn എന്ന് പറഞ്ഞാൽ 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിൻ്റെ സമ്മാണ്. 1 + 2 + 3 + എക്സെട്ര + 10 n × n+1 ഡിവൈഡഡ് ബൈ 2 അല്ലേ? ദെൻ ലാസ്റ്റിൽ +4. ആ 4 10 ടൈംസ് വർക്ക് ചെയ്യുമല്ലോ, അപ്പോൾ 40 ആയിട്ട് മാറത്തില്ലേ? ക്ലിയർ ആണോ ഞാൻ ഈ പറയുന്നത്? ആ 40 ഇതാ ഇവിടെ ലാസ്റ്റ് നമുക്ക് വേണ്ടത് കൂടിയാ. യെസ്, വിച്ച് ഈസ് ഈക്വൽ ടു. ഇനി നോക്കിയേ മക്കളെ, നമുക്കിതിനെ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്? ഇതിനെ എക്സ്പ്രസ് ചെയ്യേണ്ടത് 55ൻ്റെ ഒരു മൾട്ടിപ്പിൾ +40. അങ്ങനെയാണെങ്കിൽ ആ k ആയിട്ട് വന്നിരിക്കുന്നത് ഏതാണെന്നല്ലേ നമുക്കറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഈ ലാസ്റ്റ് 40 എന്തായാലും നമുക്ക് വേണ്ടതാണ്, അതങ്ങോട്ട് മാറി നിൽക്കട്ടെ. ബാക്കിയുള്ള 3 ടേംസിൽ നിന്നും 55 കോമൺ എടുക്കാം. അപ്പോൾ 55 × some k +40 ആയിട്ട് മാറുമല്ലോ. അപ്പോൾ ഞാൻ 55 കോമൺ എടുക്കുന്നു. 55 കോമൺ എടുത്താൽ എനിക്ക് ഇവിടെ നിന്ന് കിട്ടുക എന്താ? 55. ആദ്യത്തതിൽ നിന്ന് ഞാൻ 55 മാറ്റുന്നുണ്ട്. അപ്പോൾ അവിടെ 6 × 10 × 11/4 × 2 എന്ന് കിട്ടും. അതുപോലെ അടുത്തതിൽ നിന്ന് 55, അതായത് 5ഉം 11ഉം മാറ്റിയാൽ 55 ആയി. 5ഉം 11ഉം മാറ്റിയാൽ എനിക്ക് 10 × 21/6 എന്നല്ലേ കിട്ടുക, അല്ലേ? യെസ്. അപ്പോൾ വീണ്ടും അടുത്തത് 11 ഉണ്ട്. അതുപോലെ 10ൽ നിന്നൊരു 5ഉം കൂടെ മാറ്റിയപ്പോൾ 55 മാറി. ബാക്കി എനിക്ക് 12 × 2/2 എന്നാണ് കിട്ടുന്നത്. ശരിയല്ലേ? +40. അതായത് ഇതിനെ എനിക്ക് 55 ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള ക്വാണ്ടിറ്റി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ 353 എന്നായിരിക്കും കിട്ടുക, +40. അപ്പോൾ അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. കാൽക്കുലേറ്റ് ചെയ്താൽ 353 കിട്ടും. ഇപ്പോൾ ഇത് ഏത് മോഡലായി? 55k +40 മോഡലായില്ലേ? അങ്ങനെയാണെങ്കിൽ k ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് 353 ആണെന്ന് കാണാൻ പറ്റും. സോ 353 ആണ് ഇവിടെ ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുക.